സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദശാവതാരം സീരീസിലെ ഭഗവാന്റെ 6ാമത്തെ അവതാരമായ പരശുരാമ അവതാരത്തെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഈ 5 അവതാരത്തെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്നു പോയി ചാനലിൽ കാണുക കേട്ടോ. ഇനി നമ്മൾ 6ാമത്തെ അവതാരമായ പരശുരാമ അവതാരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഭഗവാന്റെ 10 അവതാരമുണ്ട്. അതുകൊണ്ടാണ് ദശാവതാരം എന്ന് തന്നെ പറയുന്നത്. ഭഗവാൻ അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ പ്രമുഖമായിട്ട് നിൽക്കുന്നത് 10 അവതാരങ്ങൾ മാത്രം. അത്ര മാത്രമേ അതിന് പറയാനുള്ളൂ. അല്ലാതെ ഭഗവാൻ 10 അവതാരത്തിൽ ഒരിക്കലും ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം. പരശു ആയുധമാക്കിയ രാമനെ നമ്മൾ പരശുരാമൻ എന്ന പേര് വിളിക്കുന്നു. ക്ഷത്രിയ കുലത്തിന്റെ അനാചാരത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് ലോകായികനാഥനായ ഭഗവാൻ മഹാവിഷ്ണു 6ാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമ അവതാരം എടുക്കുന്നത്. നർമ്മദ നദീ തീരത്തുള്ള മഹിഷ്മതി തലസ്ഥാനമാകുന്ന രാജ്യത്തെ ഹൈഹൈ രാജാവായിരുന്നു കാർത്യവീരാർജുനൻ. 1000 കൈകളുള്ള ഈ രാജാവിനെ സഹസ്രബാഹു അർജുനൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരിക്കൽ അതീവ തേജസ്സോടുകൂടിയുള്ള ഒരു വ്യക്തി കാർത്യവീരാർജുന രാജാവിന്റെ കൊട്ടാര സദസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ എല്ലാ ആചാര്യ മര്യാദയോടുകൂടിയും കാർത്യവീരാർജുന രാജാവ് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ നാമം എന്താണ്, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന്. അപ്പോൾ ഇത്രയും തേജോമയനായിട്ടുള്ള ആ ഒരു വ്യക്തി രാജാവിനോടായിട്ട് പറയുന്നുണ്ട്, നാം അഗ്നിദേവനാണ്. നാം വളരെയധികം വിശന്ന് വലഞ്ഞാണ് അങ്ങയുടെ രാജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങയുടെ രാജ്യാതിർത്തിയുടെ ഉള്ളിലുള്ള ഒരു വനം നമുക്ക് ആഹാരമായി നൽകുകയാണ് എന്നുണ്ടെങ്കിൽ നാം അങ്ങയോട് എന്നും കൃതജ്ഞത നിറഞ്ഞവനായിരിക്കും. ഇത് കേൾക്കുന്ന രാജാവ് മറ്റൊന്നും തന്നെ ആലോചിക്കാതെ അദ്ദേഹത്തിന് അനുമതി നൽകുകയും ചെയ്തു. വനത്തിൽ ജീവിക്കുന്ന താപസന്മാരെ കുറിച്ചോ മറ്റു പക്ഷിമൃഗാദികളെ കുറിച്ചോ രാജാവ് ചിന്തിക്കുന്നത് പോലുമില്ല. അഗ്നി ആ കാട് ഭക്ഷിക്കുന്ന ആ മാത്രയിൽ തന്നെ കാടിനുള്ളിൽ ജീവിക്കുന്ന അനേകം പക്ഷിമൃഗാദികളും മാത്രമല്ല വനത്തിൽ ജീവിക്കുന്ന സന്യാസിമാരടക്കം വെന്ത് ഉരുകാനായിട്ട് തുടങ്ങി. വനവാസികളിൽ ഒരാളായ ആഭവ മഹർഷിയുടെ തപോവനം അങ്ങനെ അഗ്നിക്ക് ഇരയാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം ആകെ വെന്ത് വീഴാനായിട്ട് തുടങ്ങി. അങ്ങനെ അതീവ ക്രോധത്തോടുകൂടി ഇതിന് കാരണക്കാരനായ ആ രാജാവിനെ മുനി ശപിക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നു ആ ശാപം? ഭഗവാൻ മഹാവിഷ്ണു, അതായത് നമ്മുടെയൊക്കെ പരിപാലകനായ ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യാവതാരത്തിലൂടെ തന്നെ നിന്റെയും നിന്റെ കുലത്തിന്റെയും നാശം സംഭവിപ്പിക്കട്ടെ എന്നതായിരുന്നു ആ ഉഗ്രതയേറിയ ശാപം. ഈ ശാപമാണ് ഭഗവാൻ മഹാവിഷ്ണു പരശുരാമ അവതാരത്തിലൂടെ നിറവേറ്റുന്നത്. ഇനി പരശുരാമന്റെ ജനനത്തിന്റെ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോമവംശത്തിലെ ഒരു രാജാവായിരുന്നു ഖാദി. അദ്ദേഹത്തിന് സത്യവതി എന്ന നാമത്തിൽ അതിസുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ഒരിക്കൽ രജീകൻ എന്നൊരു മുനി സത്യവതിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം രാജാവിനോട്, അതായത് ഖാദി മഹാരാജാവിനോട് പറയുകയുണ്ടായി. എന്നാൽ ഒരു മുനിക്ക് തന്റെ മകളെ, അതും അതീവ സുന്ദരിയായ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ രാജാവിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവ് മുനിയോട് ഒരു നിബന്ധന വെച്ചു. 1000 വെളുത്ത കുതിരകളെ അങ്ങ് എനിക്ക് നൽകുമെങ്കിൽ നാം നമ്മുടെ പുത്രിയെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാമെന്ന്. പക്ഷെ രാജാവിന് 100% ഉറപ്പായിരുന്നു ഒരിക്കലും രജീകൻ എന്ന മുനിക്ക് 1000 വെളുത്ത കുതിരകളെ അദ്ദേഹത്തിന് കൊണ്ടു നൽകാൻ സാധിക്കില്ല എന്ന്. എന്നാൽ രജീകൻ എന്ന മുനി വരുണദേവനെ തപസ് ചെയ്യുകയും അതിലൂടെ 1000 വെളുത്ത കുതിരകളെ വരുണദേവൻ നിന്ന് പ്രാപ്തമാക്കുകയും ചെയ്തു. രജീകൻ കുതിരകളെ രാജാവിന് മുന്നിൽ സമർപ്പിച്ചു. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ രാജാവ് അദ്ദേഹത്തിന്റെ അതിസുന്ദരിയായ പുത്രിയെ രജീകന് വിവാഹം ചെയ്തു കൊടുത്തു. അവർ പിന്നീട് അതിസന്തോഷമായിട്ട് തന്നെ എല്ലാ ശൃംഗാര സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ സത്യവതി രജീകനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. തനിക്കും തന്റെ മാതാവിനും ഒരു പുത്രഭാഗ്യം വേണമെന്നായിരുന്നു ഭാര്യയായ സത്യവതി ഭർത്താവായ രജീകനോട് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന രജീകൻ മുനി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ തന്റെ പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി തീരുമാനിച്ചു. അങ്ങനെ തന്റെ പത്നിക്കും തന്റെ പത്നിയുടെ മാതാവിനും 2 പിണ്ഡങ്ങൾ അദ്ദേഹം നൽകി. എന്നിട്ട് അവരോടായിട്ട് പറഞ്ഞു, ഈ പിണ്ഡങ്ങൾ ഭക്ഷിക്കുക എന്ന്. പിണ്ഡങ്ങൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തി അതൊരു വസ്തുവിൽ അധിഷ്ഠിതമാക്കി ആ വസ്തുവിനെ പാനം ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിനാണ് നമ്മൾ പിണ്ഡം എന്ന് പറയാം. അങ്ങനെ അതിനുശേഷം രജീകൻ മുനി രണ്ടുപേർക്കും പിണ്ഡങ്ങൾ നൽകുന്നുണ്ട്. ഈ പിണ്ഡങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കാനായിട്ട് പറയുന്നുമുണ്ട്. ഇരുവർക്കും യോഗ്യന്മാരായ പുത്രനെ ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുത്രയ്ക്ക് കൂടുതൽ മഹത്തരമായ പിണ്ഡമായിരിക്കും ലഭിച്ചത് എന്ന് കരുതുന്ന സത്യവതിയുടെ മാതാവ് സത്യവതിയുടെ പിണ്ഡമെടുത്ത് ഭക്ഷിക്കുകയും ഇതറിയുന്ന സത്യവതി മാതാവിന്റെ പിണ്ഡമെടുത്ത് ഭക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. രജീകൻ മുനി അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടിയിലൂടെ ഈ നടന്ന സംഭവം മനസ്സിലാക്കി. അദ്ദേഹം സത്യവതിയോടായിട്ട് പറഞ്ഞു, പിണ്ഡങ്ങൾ അതായത് മന്ത്രപിണ്ഡങ്ങൾ നിങ്ങൾ മാറ്റിക്കഴിച്ചതിന്റെ പരിണിത ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന സത്യവതി ആകെ ഭയന്ന് അവരുടെ പതിയോടായിട്ട് പറയുന്നുണ്ട്. അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനായിട്ട് വളരെയധികം ക്ഷമാപണം നടത്തുന്നുണ്ട്. അങ്ങനെ മുനി സത്യവതിയോടായിട്ട് പറയുന്നുണ്ട്, എന്റെ മന്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. നിനക്ക് എല്ലാവിധ ഗുണങ്ങളോടും കൂടിയുള്ള ക്ഷത്രിയ വാസനയോടുകൂടിയുള്ള പുത്രനെ തന്നെയായിരിക്കും ലഭിക്കുക. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സത്യവതിക്ക് ജമദഗ്നി എന്നൊരു പുത്രൻ ജനിക്കുകയാണ്. ഉഗ്രപ്രതാപിയായ ഒരു മുനിയായിരുന്നു ജമദഗ്നി. അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലെ പ്രസേനചിത്തൻ എന്ന രാജാവിന്റെ പുത്രിയായ രേണുകയെയാണ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ജമദഗ്നി വിവാഹം ചെയ്യുന്നത് രേണുകയാണ്. അങ്ങനെ ഈ ദമ്പതിമാരുടെ 5ാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമനായിട്ട് ജനിക്കുന്നത്. രാമൻ അഥവാ ഭാർഗവരാമന് വളരെ സാത്വികമായ സ്വഭാവത്തേക്കാൾ കൂടുതൽ രാജസത്വം നിറഞ്ഞു നിൽക്കുന്ന സ്വഭാവമായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത്. മാത്രമല്ല വേദ പഠനത്തെക്കാൾ കൂടുതൽ ശസ്ത്രവിദ്യകളിലായിരുന്നു താല്പര്യം. ഭഗവാൻ മഹാദേവന്റെ അതിഘോരമായ ഭക്തരിൽ ഒരാളായിരുന്നു രാമൻ. അങ്ങനെ ഭഗവാനെ തന്നെയാണ് അദ്ദേഹം ഗുരുവായും സ്വീകരിച്ചത്. അങ്ങനെ ഗുരുവിൽ നിന്നാണ് മഴു അഥവാ പരശു ആയുധമായി അദ്ദേഹം സ്വീകരിക്കുന്നത്. പരശു ആയുധമാക്കിയത് കൊണ്ട് തന്നെ പരശുരാമൻ എന്ന നാമവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇനിയാണ് കഥ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുന്നത്. ഒരിക്കൽ കാർത്തിവീരാർജുന രാജാവ് ജമദഗ്നി മുനിയുടെ ആശ്രമത്തിൽ എത്തി. ജമദഗ്നി മുനി രാജാവിനെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും മാത്രമല്ല അനേകം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് രാജാവിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ വളരെ സന്തോഷം കാണുന്ന കാർത്തിവീരാർജുന രാജാവ് ഇതെല്ലാം കാമധേനു എന്ന ഗോമാതാവിലൂടെയാണ് സാധ്യമായത് എന്ന് മനസ്സിലാക്കിയതിലൂടെ ജമദഗ്നി മുനിയുടെ കയ്യിൽ നിന്ന് ഫലം പിടിച്ചുകൊണ്ട്, അതായത് ഫലപ്രയോഗത്തിലൂടെ ആ കാമധേനു എന്ന ആ ഒരു ഗോമാതാവിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല രാജാവിന്റെ സൈന്യം ജമദഗ്നി മഹർഷിയെ അടിച്ച് അവശനാക്കിയിട്ടാണ് കാമധേനു എന്ന അത്ഭുത ഗോമാതാവിനെ കൊണ്ടുപോകുന്നത്. ഈ സംഭവങ്ങൾ ആശ്രമത്തിൽ നടക്കുമ്പോൾ ജമദഗ്നി മുനിയുടെ പുത്രനായ പരശുരാമൻ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ തിരികെ എത്തുന്ന പരശുരാമൻ ഈ ഒരു സന്ദർഭമൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ അദ്ദേഹത്തിന് കാർത്തിവീരാർജുന രാജാവിനോട് അതിഗംഭീരമായിട്ടുള്ള ശത്രുത തോന്നുകയാണ്. കോപം കൊണ്ട് അലറി വിളിച്ചാണ് പരശുരാമൻ കാർത്തിവീരാർജുന രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ഒരു വലിയ യുദ്ധം തന്നെ നടന്നു. രാജാവിനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും മുഴുവൻ അടിച്ച് നിലംപരിശാക്കിയിട്ടാണ് പരശുരാമൻ ആ കാമധേനു എന്ന അത്ഭുത ഗോമാതാവിനെ തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യങ്ങളുടെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുന്ന ജമദഗ്നി മുനി അദ്ദേഹത്തിന്റെ പുത്രനായ പരശുരാമനെ പാപത്തിൽ നിന്നും മുക്തനാവാനായിട്ട് പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യാനായി അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്. തന്റെ പിതാവിന്റെ വാക്കുകൾ കേൾക്കുന്ന പരശുരാമൻ പുണ്യതീർത്ഥ സ്നാനത്തിനായി പുറപ്പെട്ടു. അങ്ങനെ തീർത്ഥ സ്നാനമൊക്കെ കഴിഞ്ഞ് സ്വയം ശുദ്ധീകരിച്ച് പരശുരാമൻ തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തി. അവർ അങ്ങനെ വളരെ സന്തോഷകരമായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജമദഗ്നി മുനിയുടെ പത്നിയായ രേണുക ആശ്രമത്തിലെ മറ്റു പൂജാ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ജലം ശേഖരിക്കാനായിട്ട്, അതായത് വെള്ളം ശേഖരിക്കാനായിട്ട് അടുത്തുള്ള ഒരു നദീതീരത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് രേണുക ആ കാഴ്ച കാണുന്നത്. അതായത് ചിത്രരഥൻ എന്ന ഒരു ഗന്ധർവൻ അവരുടെ പത്നിമാരോടൊത്ത് വളരെയധികം ശൃംഗാരത്തോടുകൂടി ജലക്രീഡകൾ നടത്തുകയായിരുന്നു. ഈ ഒരു രംഗം കാണുന്ന രേണുക വെള്ളം ശേഖരിക്കാതെ അവരുടെ ക്രീഡകളെല്ലാം ശ്രദ്ധിച്ച് അവിടെ തന്നെ നിന്നുപോയി. കാര്യങ്ങൾ തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ ഗ്രഹിക്കുന്ന ആളാണല്ലോ ജമദഗ്നി മുനി. ഈ രേണുക ഇവിടെ നിന്നുകൊണ്ട് ഈ രംഗമൊക്കെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ കോപിതനായ ജമദഗ്നി മുനി അവരുടെ മൂത്ത പുത്രന്മാരോടും മറ്റു പുത്രന്മാരോടും ഒക്കെ മാതാവിനെ വധിക്കാനായിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ ജമദഗ്നി മുനി അവരുടെ 4 പുത്രന്മാരോടും രേണുകയെ വധിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ പിതാവിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. അപ്പോഴാണ് 5ാമത്തെ പുത്രനായ പരശുരാമനോടായിട്ട് പറയുന്നത്. പരശുരാമൻ ഉടനെ തന്നെ ഒരു മടിയും കൂടാതെ തന്റെ മാതാവിനെയും തന്റെ സഹോദരങ്ങളെയും വധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ വളരെയധികം സംപ്രീതനാവുകയാണ് ആര്? ജമദഗ്നി മുനി. അതായത് പരശുരാമന് തന്നോടുള്ള അനുസരണയിലും ഭക്തിയിലും ഒക്കെ വളരെ സന്തോഷവാനായ ജമദഗ്നി മുനി അദ്ദേഹത്തിന്റെ പുത്രനായ പരശുരാമനോടായിട്ട് ചോദിക്കുന്നുണ്ട്, പറയൂ, എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന്. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അഗ്രഗണ്യനായ പരശുരാമൻ ജമദഗ്നി മുനിയോടായിട്ട് പറയുന്നുണ്ട്, തന്റെ അമ്മയെയും സഹോദരന്മാരെയും ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നും മാത്രമല്ല അവർക്ക് അവരുടെ മരണത്തിന് മുൻപ് നടന്ന ഒരു കാര്യവും മരണവും പോലും അവരുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ പാടില്ല എന്നും. ഇത് കേൾക്കുന്ന ജമദഗ്നി മുനി വളരെയധികം സന്തോഷവാനാവുകയും തന്റെ പുത്രന്റെ ബുദ്ധിസാമർത്ഥ്യത്തിന്റെ ആ ഒരു ആക്കം മനസ്സിലാക്കുന്ന ജമദഗ്നി മുനി അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രേണുകയും 4 പുത്രന്മാരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാർത്തിവീരാർജുന രാജാവിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിന് കാരണമായ പരശുരാമനോടും ജമദഗ്നി മുനിയോടും ഒക്കെ വളരെയധികം കോപമുണ്ടായിരുന്നു. ഒരിക്കൽ പരശുരാമൻ ആശ്രമത്തിൽ ഇല്ലാതെ ഇരുന്ന സമയത്ത് കാർത്തിവീരാർജുന രാജാവിന്റെ മക്കൾ എല്ലാവരും ആശ്രമത്തിൽ വരികയും ജമദഗ്നി മുനിയെ വധിക്കുകയും അദ്ദേഹത്തിന്റെ ശിരസ് അവർ കൊണ്ടുപോവുകയും ചെയ്തു. മാത്രമല്ല രേണുകയും മറ്റു പുത്രന്മാരെയൊക്കെ വളരെയധികം മോശമായിട്ട് തന്നെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ തിരികെ എത്തുന്ന പരശുരാമൻ കാണുന്നത് അച്ഛന്റെ ശിരസില്ലാത്ത ശരീരത്തിന്റെ സമീപം നിന്ന് അലമുറയിട്ട് കരയുന്ന അമ്മയെയാണ്. തന്റെ പതിയുടെ മരണത്തിൽ നെഞ്ചത്തടിച്ച് കരയുകയാണ് രേണുക. അങ്ങനെ രേണുക 21 തവണ മാറോടടിച്ച് കരയുകയാണ്. ഇത് കാണുന്ന പരശുരാമൻ, അതായത് തന്റെ മാതാവിന്റെ ദയനീയമായ അവസ്ഥ കാണുന്ന പരശുരാമൻ കാർത്തിവീരാർജുനന്റെ എല്ലാ പുത്രന്മാരെയും 21 തവണ വധിച്ചതിലൂടെ മാത്രമല്ല ക്ഷത്രിയരെ മുഴുവൻ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്ത പഞ്ചകം എന്ന കയം തന്നെ തീർക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഒരു ഘോരമായ യാഗം നടത്തി അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശിരസിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അനന്തരം താൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ഒരു പരിഹാരമായി താൻ പിടിച്ചെടുത്ത എല്ലാ രാജ്യങ്ങളും നഗരങ്ങളും ബ്രാഹ്മണർക്കും മാത്രമല്ല കശ്യപനും നൽകി ദാനമായിട്ട്. അങ്ങനെ അനേകം യജ്ഞങ്ങളും യാഗങ്ങളും നടത്തി ഭഗവാൻ മഹാദേവനെയും ഭഗവാൻ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തി. അങ്ങനെ ഒടുവിൽ തപസ്സിനായി അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെ പരശുരാമനെ ചിരഞ്ജീവികളിൽ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങൾ പുരാണങ്ങളിൽ ഉണ്ട്. ഇത്രയുമാണ് പരശുരാമന്റെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്നും കഥ മനസ്സിലായി എന്നും ഞാൻ കരുതുന്നു. കുറച്ചധികം വലിയ ഒരു കഥയായിട്ട് പിന്നെ അധികം ഇങ്ങനെ എന്താ പറയുക അധികം ജനറേഷൻസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് വരുന്ന കഥയായിട്ടാണ് ഇതിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പറ്റുമെങ്കിൽ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ കഥ ഞാൻ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. ജയ ശ്രീകൃഷ്ണ, സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. അടുത്ത വീഡിയോയിലൂടെ കാണാം.